കേന്ദ്ര ബജറ്റിലെ അവഗണനയ്ക്ക് പിന്നാലെ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന്റെ കേരളത്തിനെതിരായ പരാമർശം കൂടി വന്നതോടുകൂടി ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നുവരുന്നത്. കേരളത്തെ ദരിദ്രമാക്കണമെന്നാണ് കേന്ദ്രമന്ത്രിമാർ ആഗ്രഹിക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിമർശിച്ചു. ജോർജ് കുര്യൻ രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. ബജറ്റിനെ ന്യായീകരിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി രംഗത്തെത്തി. കേരളം വയനാട് വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള പാക്കേജുകൾക്കായി ആവശ്യപ്പെട്ടത് 24,000 കോടി രൂപ. ഒന്നും കിട്ടിയില്ല. വൻകിട പദ്ധതികളൊന്നും കേരളത്തിനില്ല. ഈ സാഹചര്യത്തിലാണ് ബജറ്റിനെതിരെ CPIM-ഉം കോൺഗ്രസും വിമർശനവുമായി രംഗത്തെത്തിയത്. ബജറ്റിനെ ന്യായീകരിക്കാൻ ജോർജ് കുര്യൻ നടത്തിയ പരാമർശവും വിവാദമായി. കേരളം പിന്നോക്കമെന്ന് പ്രഖ്യാപിച്ചാൽ കൂടുതൽ സഹായം നൽകാമെന്നായിരുന്നു കേന്ദ്ര സഹമന്ത്രിയുടെ പരാമർശം. ഇതിനെതിരെ ശക്തമായ വിമർശനമാണ് ഉയരുന്നത്. കേരളത്തിലെ BJP നേതാക്കൾക്ക് കേരള വിരുദ്ധ നിലപാടാണെന്ന് MV ഗോവിന്ദൻ. കേരളത്തിനെതിരായിട്ടുള്ള ബഡ്ജറ്റ് അവതരിപ്പിക്കുക, എന്നിട്ട് കേരളം എന്തെങ്കിലും ആനുകൂല്യം കിട്ടണമെങ്കിൽ കേരളം ദരിദ്രമാവണം, അങ്ങനെ ദരിദ്രമാവട്ടെ എന്ന കേരള വിരുദ്ധ സമീപനം സ്വീകരിക്കുക. അത്തരം സമീപനം സ്വീകരിക്കുന്ന BJP അതുപോലെ തന്നെ നേതാക്കൾ, മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരെ ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വിശകലനം ചെയ്യും. കേന്ദ്രത്തിന് മുന്നിൽ പിച്ചച്ചട്ടിയുമായി നിൽക്കാൻ കേരളത്തിന് സൗകര്യമില്ലെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. പിച്ചച്ചട്ടി നീട്ടുന്നത് പോലെ കേന്ദ്രത്തിൻ്റെ മുന്നിൽ നിൽക്കാൻ സൗകര്യമില്ല. ഈ അവകാശങ്ങൾ കേരളം നടപ്പിലാക്കിയത് കേരള മോഡൽ ഇന്ന് മറ്റു പല സംസ്ഥാനങ്ങളും മാതൃകയാക്കുകയാണ്. ജോർജ് കുര്യന്റെ പ്രസ്താവന കേരളത്തെ അപമാനിക്കുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ്. മന്ത്രി VN വാസവനും CPIM നേതാവ് EP ജയരാജനും ജോർജ് കുര്യനെതിരെ രംഗത്തെത്തി. ഇതിനിടെ ബജറ്റിനെ പിന്തുണച്ചും കേരളത്തെ വിമർശിച്ചും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും രംഗത്തെത്തി. മറ്റുള്ളവരുടെ കാര്യം എൻ്റെ അടുത്ത് ചോദിക്കരുത്. 24 തിരുവനന്തപുരം.